ജനപ്രതിനിധികൾ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കണമെന്ന ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളായി വിജയിച്ചവർക്ക് സ്വീകരണം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കണമെന്ന ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടുക്കി രൂപതയിലുള്ള ജനപ്രതിനിധികൾക്ക് രൂപത നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധികൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരുടെ ക്ഷേമത്തിനും നാടിന്റെ പുരോഗതിക്കും വേണ്ടി നമ്മുടെ സമയവും സാഹചര്യവും സാധ്യതകളും പരമാവധി ഉപയോഗിക്കുവാൻ കടപ്പെട്ടവരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വം ഉത്തരവാദിത്തപൂർവ്വം ജനക്ഷേമത്തിനായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇടുക്കി ഇത്രത്തോളം വളർന്നത്. ഈ കാലഘട്ടത്തിലും ജനപ്രതിനിധികൾക്ക് വിശ്രമമില്ലാതെ പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് ഇടുക്കിയിലുള്ളത്. ഇവിടുത്തെ വന്യമൃഗശല്യം, പട്ടയ പ്രശ്നങ്ങൾ, നിർമ്മാണ നിരോധനം തുടങ്ങിയ നിരവധിയായ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല ക്രൈസ്തവരായി നല്ല നേതാക്കന്മാരായി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളിലൂടെ അറിയപ്പെടുന്നത് ക്രിസ്തുവാണ്. സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ ദർശനം, ഈ രാഷ്ട്രീയ ദർശനം നടപ്പാക്കേണ്ടത് അൽമായയാണ്. അൽമായയിലൂടെയാണ് ഈ രാഷ്ട്രീയ ദർശനം യാഥാർത്ഥ്യമായി തീരേണ്ടത്. വൈദിക മേലധ്യക്ഷന്മാരും രാഷ്ട്രീയത്തിൽ ഉൾപ്പെടാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കണമെന്നതാണ് കത്തോലിക്കാ സഭയുടെ നയം. പോപ്പ് ഫ്രാൻസിസ് സോഷ്യോ എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ രൂപത അംഗങ്ങളായ എല്ലാ ജനപ്രതിനിധികളും പങ്കെടുത്തു. രൂപത മുഖ്യ വികാരി ജനറൽ മോൺ ജോസ് കരിവേലിക്കൽ അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൽ, KCYM രൂപത പ്രസിഡന്റ് സാം സണ്ണി, ഫാദർ മാർട്ടിൻ പൊൻപനാൽ, ഫാദർ ജോസഫ് തച്ചുകുന്നൽ, ഫാദർ ജോർജ് തകടിയൽ, ഫാദർ ജിൻസ് കാരക്കാട്ട്, ഫാദർ സെബാസ്റ്റ്യൻ മനക്കലേട്ട് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി.